ഇതെന്തിരിപ്പാവന്നെ ഇത്? വന്ന് കയറുമ്പോ തൊഴിക്കാൻ നിൽക്കുകയാണല്ലോ. സത്യം പറഞ്ഞോ? നിങ്ങളെടുത്തല്ലേ ആ പെണ്ണ് വന്നത്? 1000 വട്ടം ഞാൻ പറഞ്ഞില്ലേ അല്ല 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 എന്ന്. അത്ര സത്യസന്ധനാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ കാശ് കൊടുത്തത്? ഞാൻ കാശ് കൊടുത്തെന്നോ? എന്റെ മുഖത്ത് നോക്കി പറ, നിങ്ങളല്ലേ ആ പെണ്ണിന് കാശ് കൊടുത്തയച്ചത്? അയ്യോ എന്റെ ഗൗരിക്കുട്ടി, ആ പെണ്ണ് ആഫീസിൽ നിന്ന എനിക്കും കൂടെ അല്ലേ കുറച്ചില്. തങ്കപ്പനാണെങ്കിൽ എന്നെ കണ്ടതോടെ നാവിറങ്ങി അനങ്ങാൻ വയ്യാണ്ടായിപ്പോയി. എങ്ങനെയെങ്കിലും തൊലയിട്ടെന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്ത് വിട്ടതല്ലേ. ആണോ? ആ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കണം അല്ലേ? ആ, ഒരു യോഗ്യൻ. പണ്ടേ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വക്രബുദ്ധിയാണ്. എനിക്ക് അറിഞ്ഞോ നിങ്ങളെ? ദൈവദോഷം പറയരുത് ഗൗരിക്കുട്ടി. നിന്റെ മുഖത്തല്ലാതെ മറ്റൊരു സ്ത്രീയുടെ മുഖത്ത് ഞാൻ ദർശിച്ചിട്ടില്ല. ഒന്നുമില്ലാതെ നിങ്ങളെ പറ്റി കുറ്റം പറയാം ബാക്കിയുള്ളവർക്ക് ഭ്രാന്തുണ്ടോ? ഓ എന്റെ ഗുരുവായൂരപ്പ, എന്റെ ഇത് ഇങ്ങനെ ആയിപ്പോയല്ലോ. നാണം കെട്ട മനുഷ്യൻ. കൗസ് മോനെ വെച്ച് ഓരോന്ന് പറയുമ്പോ ശവം പോലെ ഞാൻ കേട്ട് നിൽക്കേണ്ടി വന്നില്ലേ? ഇല്ലേന്ന്. ഓ ഗുരുവായൂരപ്പ, എനിക്ക് ചത്താ മതി, എനിക്ക് ചത്താ മതി ഗുരുവായൂരപ്പ. അയ്യോ ഒക്കെ ആ തങ്കപ്പന്റെ വേലയാണ്. ഇന്ന് ഞാനിത് അവസാനിപ്പിക്കും. എന്നോട് പിണക്കമാണോ? ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ഒക്കെ അയ്യപ്പൻ ചേട്ടന്റെ വേലയാ. കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടിക്ക്. രണ്ടും കൂടെ കിടന്ന് തമ്മിൽ തല്ലട്ടെ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോടി കൗസു, നിന്റെ തങ്കപ്പൻ ചേട്ടൻ ഒരു പഞ്ചപാവമാണെന്ന്. ഇല്ലടാ, നിന്റെ തലനടാവൻ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. അയ്യപ്പ അവരുടെ അതൊന്നും പറഞ്ഞ് കുടുംബകാലം ഉണ്ടാക്കരുത് കേട്ടോ. എന്റെ കുടുംബം കിടക്കിയിട്ട് നീ അങ്ങനെ സൂചിക്കണ്ടടാ. കഴിവാതെ പോനെ. ആരെ കാണാനാടാ അവൾ വന്നത്? എന്നെ കാണാനല്ല, അത് തീർച്ച. പിന്നെ എന്നെ കാണാനാ? ആയിരിക്കും. അന്നേരം നീ അവിടെ ഇല്ലാതെ അവൾ എന്നെ കണ്ടോ പ്ലേറ്റ് മറിച്ചു വെച്ചല്ലേ? അതെ, ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞോണ്ടല്ലോ. മറ്റേ വർത്താനോ? പറയുന്നതിനോട് പ്രവർത്തിക്കാം അല്ലേ? ആര് പ്രവർത്തിച്ചതാണ് നാറി? നീ തന്തയ്ക്ക് പറക്കാതെ പറഞ്ഞല്ലേ? അല്ലേ ഇത് നല്ല കൂത്ത്. പെരക്കകത്ത് കയറുന്ന ചീത്ത വിളിക്കുന്നവൻ പോലെ ചത്ത് മണ്ണടിച്ച് പോയാലും വിളിച്ചു വെക്കാൻ വരുമെന്നോ? ഇയാളെ ഇറങ്ങി പോകാൻ പറഞ്ഞേ. അതിനാണ് നീ ജന്മം നാവ് പൊങ്ങിട്ട് വേണ്ടേ? എന്നാലേ എന്റെ നാവ് പൊങ്ങും. അടുക്കളയിൽ നിന്ന് ചൂലെടുക്കും ഞാൻ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നോ? നാവ് പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് ഇയാളാരാ? ഇയാളെ കല്ലിലാണോ നമ്മളിവിടെ കഴിയുന്നത്? ഒപ്പത്തിനൊപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചു തന്നെയല്ല. അങ്ങനെ ഒറ്റയ്ക്ക് കയറി കല്ലിയട്ട വീട്ടുപിടിച്ച് കാണിക്കായിരിക്കും. വീട്ടിനകത്ത് മുറിന്ന് തങ്കപ്പൻ ഒരു മുഖമുള്ള തങ്കപ്പ ചെവിയിൽ ഉള്ളിക്കോ. ഇതിന് നീ അനുഭവിക്കും. ഓ ഇയാളൊക്കെ ചെത്തിക്കളെ. സമാധാനമായല്ലോ തിരുവോധാരത്തിന്. കുറ്റം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തുള്ളത് എന്തിനാ? അവളുടെ മുഖത്ത് നോക്കി കല്ല് വെച്ച് 2 വർത്തമാനം പറയായിരുന്നില്ലേ? കുറെ പറയിക്കും. ചൊണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടി പറയിക്കാൻ വന്നാൽ എന്തായാലും ഞാൻ ഞെളിഞ്ഞു കളയുമോ? വന്നാൽ നോക്കട്ടെ. അവർക്ക് നാളെ നമുക്ക് അത് പറ്റത്തില്ല. നിന്നെ ചോദിക്കോടിയാ അയ്യോടി പോരാ ഇതൊരു മാരണമായല്ലോ. വേലീകരണ ബാബുകൾ തുറത്തുകൊണ്ട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോഴേ ഈ വക തോന്നിയാസനോട് നടക്കുമെന്ന് വിചാരിക്കണ്ട. നല്ലപോലെ അധ്വാനിച്ചുണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ഈ വക കഴിവൊന്നും കൊണ്ടുവരണ്ട. ഇവിടെ നടക്കത്തില്ല. അവിടെ ഇവിടെ ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. ഞാനത് പറഞ്ഞോളാം. നീ എന്നെ ഒരുമാതിരി തല്ലാൻ വരുന്നതല്ലേ നോക്കുന്നത്? തല്ലാനൊന്നും വരണ്ട കേട്ടോ. പ്രവൃത്തി ദോഷം കാണിച്ചാൽ വല്ലവന്റെ തന്നെ കിട്ടും. എടി നിന്നോട് അടി പറഞ്ഞത്? എന്നെ നിനക്ക് ശരിക്കും അറിയാമല്ലോ. മുമ്പ് അനുഭവം ഉണ്ടല്ലോ ഇല്ലേടി? അനുഭവം കൂടുതലേ കുഴപ്പം. നിന്നോട് എന്നെ അടി പറഞ്ഞത്? അല്ല, ഇവിടെയും ചെക്കിംഗ് ആണോ? അതിന് 2 ആളും കൂടി പറയട്ടെ. എന്തിനാ തല്ലാനോ മറ്റാണോ? അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ നേരത്തെ പറയണം. തമാശകളാ. ബാന്ന്
അപ്പളേ നമ്മളൊരു സന്തോഷ വർത്താനം പറയാൻ വന്നതാണ്. ഇത്തവണ ഹജ്ജിന് പോകാനുള്ള നറുക്ക് നമുക്ക് വീണിരിക്കണ്. നമ്മൾ പോണോ വേണ്ടേ? നിങ്ങൾ പറ. പോണം. പറ. പോണം. ഇനി നമുക്ക് ചെമ്മീൻ വേണ്ട. ഫ്രണ്ട്ഷിപ്പിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാറ്. അല്ലാതെ പ്രേമമെന്നും പറഞ്ഞ് കൊഞ്ചു നടക്കുന്നവരെ എനിക്കിഷ്ടമല്ല. ജീവനായാലും ജീവന്റെ സ്ഥാനത്തൊരു പെൺകുട്ടിയായാലും എനിക്കൊരുപോലെയാ. മിണ്ടാനും തമാശ പറയാൻ ആരെങ്കിലും വേണ്ടേ? ദാറ്റ്സ് ഓൾ. യു ആർ കറക്റ്റ്. സാർ 2 കൂൾ ഡ്രിങ്ക്സ്. അത് പറയാം. കൂൾ ഡ്രിങ്ക്സ്. Just a minute. അറിയോ? താനെന്താ ഇവിടെ? പിന്നെ നിനക്ക് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. പിന്നെ മറ്റേ പാർട്ടി എന്നോട് വന്നിട്ടുണ്ട്. ഏത് പാർട്ടി? നിന്റെ സ്പോർട്സ് രമ എസ് നായർ. നോക്ക്. ഞാനോട്ട് ഒരു ലൈനിലായിപ്പോ. അശനെ കലകല്ലേ, നീ ചുമ്മാ പുറം കിടക്കത്തല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ. അവക്കാണ് ഇപ്പൊ എന്റെ വലിയ കാര്യമാ. വിളിക്കേണ്ട താമസം ഉണ്ടായിരുന്നു. കൂടെ പോന്നു. നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുന്നത് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ. കണ്ടാലെന്താ? വട്ടാണെന്ന് പറയും മാക്സിമം. ഇത്തരം വട്ടൊക്കെ ഇപ്പോഴല്ലാതെ പിന്നെ ഏത് പ്രായത്തിലാണ് നടക്കുക? ആശം പോവാന്നോ? എന്ത് പറ്റി? ചെറുക്കൻ പെമ്പിള്ളേർ പറയാൻ നടക്കാം. ആശം കൂടി. നീ എന്തോ ചില പെമ്പിള്ളേരെ പോലെ മോന്തം വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അറിയോ? തന്തയിലേമ്മ കാണിച്ചതും പോലെ പിന്നെ നിന്ന് രാജു കാര്യം അറിയാൻ ചൂടാവുന്നത്. ഞാൻ പറയുന്നത് കേൾക്ക്. രാജു കൂടാവൺ. രാജു, ഞാൻ പറയുന്നത് നിന്നെ ഞാൻ ചിരിയിട്ടില്ല. നീ ആ രമയും തമ്മിലുള്ള കണക്ഷൻ അറിഞ്ഞിരുന്നിട്ടും ഞാൻ നിന്നെ ഫോണിൽ തന്നല്ലോ ഇല്ല പരാതി. എന്നാ കേട്ടു, അവളെ കുറിച്ച് നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഫിസിക്കൽ തോമസ് സാറിന്റെ കൂടെ സംസാരിച്ചിരിക്കുന്ന കണ്ടപ്പോ, TDFDSലെ ഡെന്നിസിന്റെ ബൈക്കിന്റെ പുറകിൽ അവളെ കണ്ടപ്പോ, റോയ് തോമസിന്റെ കൂടെ തിയേറ്റർ വെച്ച് കണ്ടപ്പോ സംശയം തീർക്കാൻ എനിക്ക് ഇപ്പോഴേ ചാൻസ് കിട്ടിയുള്ളൂ. ഇന്ന് ഞാൻ, നാളെ വേറെ ഒരുത്തൻ. കുപ്പായ മാറുമല്ലോ അവർക്ക് റൊമാൻസ്. അല്ല തെറ്റി, അതിന് റൊമാൻസ് എന്ന് കരുതിയത് അബദ്ധം. അവർക്ക് നീ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു. അതിനപ്പുറത്ത് അവരുടെ മനസ്സിൽ സത്യമല്ലോ കാണണമെങ്കിൽ വല്ല ഡ്രില്ലോ വല്ലതും വെച്ച് തുറച്ചു നോക്കണം. ചിലത് നേച്ചറതാ. ദിവ്യപ്രമമായിട്ട് അവളെ ശരണം പറഞ്ഞ് കിടക്കുന്ന നീ ഇനിയെങ്കിലും വിശ്വസിക്കുക. നീ കരുതിയിരുന്നത് നിന്നോട് മാത്രമേ അവർക്ക് അടുപ്പമൊന്നുണ്ട. എന്നാൽ അതല്ല. കമ്പനി ഇഷ്ടപ്പെടുന്ന ആരെ വിളിച്ചാലും തോന്നിയാൽ അവൾ അടുത്ത് പെരുമാറും. നിന്നോടും എന്നോടും ആരോടും. എനിക്കാകെ ചെലവായത് ഒരു ഐസ്ക്രീമിന്റെ വില മാത്രം.
നേട്ടമോ കുറെ നേരത്തെ പഞ്ചാരടി. നല്ല മനസ്സിന്റെ വിശ്വസിച്ചാൽ മതി. ഒന്നോർത്തു, ഞാൻ അവളെ ബലമായി പിടിച്ചു നിർത്തിയല്ല, വിളിച്ചപ്പോ പൂർണ്ണ മനസ്സോടെ വളഞ്ഞു വന്നതാ. ഇനി നിന്റെ ഇഷ്ടം. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തു പറ്റി? വല്ലാതെ ഗ്ലൂമി ആയിരിക്കുന്നല്ലോ. എന്താ, രമയായിട്ട് പിണങ്ങിയോ? സാരമില്ലെന്നേ, ഇണക്കവും പിണക്കവും റൊമാൻസ് പറഞ്ഞിട്ടുള്ളതല്ലേ, അതിനിങ്ങനെ അപ്സെറ്റ് ആയല്ലോ. പ്ലീസ് എന്നെ ഒറ്റയ്ക്ക് വിടൂ. കം ഓൺ, cheer up, രാജു. Will you leave me alone? Just go away from here. പിന്നെ ആ രാജുവിന്റെ ഭാവം അത്ര ശരിയല്ല കേട്ടോ. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവന്റെ കെട്ടിയോളാണ് രാധാന്നോ? എന്താ കാര്യം പറ. ഒരു വക മെക്കെട്ട് കയറ്റം, വിരട്ടല്, ഭരണം, നമ്മുടെ മാർക്ക് വന്നേതൊന്നും. I'm sorry. എന്തിന്? ഞാനൊന്നും ദേഷ്യപ്പെട്ടില്ലേ? I was terribly upset. I'm really sorry. Doesn't matter. രാജുവിന്റെ മൂഡ് ശരിയല്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ഞാനില്ലേ സന്ദർഭം നോക്കാതെ വന്ന് ടീസ് ചെയ്ത്. സാരമില്ല, ഞാനത് അപ്പോഴേ മറന്നു. വരട്ടെ. ഓ, ഇന്ന് അയ്യപ്പൻ എന്റെ അടുത്തൊരു ആന കാര്യം പറഞ്ഞു. എന്തുവാ? പണ്ട് മുൻപിൻ നോക്കാൻ നമ്മുടെ പിള്ളേരുടെ കാര്യം വല്ലതും തീരുമാനിച്ചോർച്ചാൽ മനസ്സിലുണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കാൻ. അയ്യ, മുഖത്ത് നോക്കി ആട്ട് കൊടുക്കാറില്ല നിങ്ങക്ക്? പിന്നെ ഞാൻ ആട്ടിയില്ലെന്നാണ് നീ വിചാരിച്ചത്. ഞാൻ പറഞ്ഞടാ അയ്യപ്പ, നീ അത് മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാ ആ വെള്ളം ഇവിടുത്തെ അടുപ്പിലില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നിന്റെ അടുപ്പിലാണ്, അതങ്ങ് വാങ്ങിയേക്കാൻ. അടിച്ചോണ്ടോ അവന്റെ ആ കുരങ്ങു പോകുന്ന ഓന്തുപോലായിരിക്കും. കവിത കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വിഷ്ണു സാറിനെ ചെന്ന് കാണാം. സൗകര്യം കിട്ടിയാൽ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാം. വിഷ്ണു ലീവാണല്ലോ കുട്ടി, ചിലപ്പോ വീട്ടിൽ കാണും. എന്തേ? ഒന്നുമില്ല. ആരാ? എന്താ വേണ്ടത്? വിഷ്ണു സാറിന്റെ വീടല്ലേ? അതെ, ഇരിക്കൂ. വിഷ്ണുവേട്ടാ, ദേ ഒരു കുട്ടി കാണാൻ വന്നിരിക്കുന്നു. അകത്ത് കിടന്നിരിക്കൂ. ആരോ രാധ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇരിക്കൂ. എടോ, ഞാൻ പറയാറില്ലേ ക്ലാസ് ആയിരുന്നു സ്വപ്നം കാണുന്ന പാർട്ടി രാധ. ഇതല്ലേ ധർമ്മപത്നി കുമുദം. ഇവളങ്ങ് നാട്ടിലായിരുന്നു, ഇന്ന് വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്തു. അയ്യോ, രാധയായിരുന്നോ? എനിക്ക് മനസ്സിലായില്ല. വിഷ്ണുവേട്ടൻ എപ്പോഴും പറയാറുണ്ട്. കേട്ടോ രാധേ, ഞാനും വിഷ്ണുവേട്ടന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ സ്വപ്നം കണ്ടിരിക്കും. മൂപ്പരെ വിളിച്ച് ഫയർ ചെയ്യും. അവസാനം സ്വപ്നത്തിലെ നായകൻ ഞാനാണെന്ന് മനസ്സിലായപ്പോൾ
സ്വപ്നങ്ങൾക്കൊക്കെ അവധി കൊടുത്ത് നേരെയും കസ്റ്റഡിയിലെടുത്തു. രാധയ്ക്കും അതെ, സ്വപ്നത്തിലെ നായകനെ തന്നെ കിട്ടും. ക്ലാസ്സിലും സ്വപ്നം കണ്ട അങ്ങനെ രാശിയുണ്ട്. താൻ കൊച്ചിനെ തന്നെ ഇച്ചിരി കാപ്പിയിട്. വേണ്ട സാർ, ഞാനിതിലെ വന്നപ്പോ ഇതാണ് സാറിന്റെ വീടെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കയറിയെന്ന് മാത്രം. പോട്ടെ.